കാര്യങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് നടപ്പാക്കലാണ് എൻ്റെ ഒരു പോളിസി. പക്ഷേ സിനിമയ്ക്ക് പോകുന്ന കാര്യം മാത്രം അങ്ങനെ നടക്കാറില്ല. ഇത് തലേ ദിവസം ഡേയ്സിയുടെ മൂവിക്കേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ കിടക്കി എടുത്തിട്ടും വനിതാ സിനി പ്ലസിലേക്ക് പോകുന്ന സീനാട്ടോ ഈ കണ്ടോണ്ടിരിക്കുന്നത്. സമയത്തിന് എത്തുമെന്ന് തന്നെ സംശയമായിരുന്നു. പക്ഷേ സമയത്തിന് മുന്നേ ഞങ്ങൾ എത്തി എന്നതാണൊരു സത്യം. പിന്നെ അധികം തിരക്കൊന്നും തോന്നിയില്ലെങ്കിലും മൂവി സ്റ്റാർട്ട് ചെയ്യാറായപ്പോൾ ഓൾമോസ്റ്റ് സീറ്റിംഗ് ഒക്കെ ഫില്ലായിരുന്നു. പിന്നെ അഡൽസ് ഓൺലി മൂവി ആയതുകൊണ്ട് കുട്ടികളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മോളെയും കൊണ്ടുവരേണ്ടി വന്നില്ല. പടം പേഴ്സണലി ഇഷ്ടമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമായി. കാര്യം എന്താണെന്ന് വെച്ചാൽ പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന് ഉറപ്പ് പറഞ്ഞ് കയറി ഞങ്ങൾ രണ്ടുപേരും മത്സരിച്ച് ഒച്ച വെച്ചു എന്നുള്ളതാണ് സത്യം. അപ്പം അമ്മ പറയുന്നുണ്ടായിരുന്നു ഞാനാണ് ഏറ്റവും കൂടുതൽ ശബ്ദം ഉണ്ടാക്കിയതെന്നൊക്കെ. എനിക്ക് ആകെ കൂടെ ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ ഒറ്റ തവണയെ പ്രകടനത്തിനെ കാണിക്കുന്നുള്ളൂ. ആ സമയം ഞാൻ കണ്ണു ഒത്തിരിക്കുകയായിരുന്നു. പിന്നെ ആ വിഷമം തീർക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ ബൂസ്റ്റർ ചായയിലേക്ക് പോയി. അവിടെ നിന്ന് ഒരു ബോബ ഓർഡർ ചെയ്തു, അമ്മയ്ക്കൊരു ഷേക്ക് ഓർഡർ ചെയ്തു. എനിക്ക് ഇവിടുത്തെ ബോബ ഭയങ്കര ഇഷ്ടമാട്ടോ. ചീസ് കേക്ക് ബോബ എൻ്റെ ഇവിടുത്തെ ഫേവറേറ്റ് ആണ്. പിന്നെയും സിനിമയുടെ ചർച്ചകളൊക്കെ ഇങ്ങനെ തുടങ്ങി. ആക്ച്വലി അമ്മയ്ക്ക് ഡേയ്സിയുടെ മൂവിയുടെ നെയിം എന്താ മീനിങ് എന്ന് അറിയില്ലായിരുന്നു. ഡേയ്സിയുടെ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് എന്ന് അമ്മ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് സത്യമായിട്ട് അറിയില്ലായിരുന്നു. എൻ്റെ ഭാഗ്യത്തിന് പടത്തിനിടയിൽ തന്നെ അതിൻ്റെ അർത്ഥം പറയുന്നുണ്ട്. ഡേയ്സിയുടെ മീൻസ് ബാഡ് ടൈം അല്ലെങ്കിൽ ചീത്ത സമയം എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഐറ്റംസൊക്കെ വന്ന് കഴിച്ചു എൻജോയ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.